തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ തകരാർ ഉടൻ പരിഹരിച്ചേക്കും. യുദ്ധവിമാനത്തിന്റെ തകരാർ ഇന്നത്തോടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധ സംഘം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ അറിയിച്ചു. യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ബ്രിട്ടീഷ് യുദ്ധവിമാനം തലസ്ഥാനത്തെത്തിയിട്ട് ഇന്ന് 1 മാസം തികയും. ആഴ്ചകളായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിന്റെ തകരാർ പരിഹരിക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. യുദ്ധവിമാനത്തിന്റെ തകരാർ ഇന്നത്തോടെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിദഗ്ധ സംഘം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ അറിയിച്ചുവെന്നാണ് റിപ്പോർട്ട്. ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. തകരാർ പരിഹരിക്കാനായാൽ ബുധനാഴ്ചയോടെ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B തിരികെ ബ്രിട്ടനിലേക്ക് പറക്കും. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറാണ് വിമാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് UK-യിൽ നിന്ന് 14-അംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തെത്തിയത്. ബ്രിട്ടീഷ് അമേരിക്കൻ എയ്റോസ്പേസ് എഞ്ചിനീയർമാരുടെ ഒരു സംഘമാണ് തിരുവനന്തപുരത്തെത്തി തകരാർ പരിഹരിക്കുന്നത്. വിമാനം തലസ്ഥാനത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയിട്ട് ഇന്ന് 1 മാസം തികയുകയാണ്. ജനം, തിരുവനന്തപുരം.